ഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ദുരുപദേശങ്ങളാണ്. ദുരുപദേശങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പെന്തിക്കോസ്തുകാരുടെ മാത്രമൊന്നുമല്ല, കരിസ്മാറ്റിക്കും ഒക്കെ ഇടങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ആത്മാവിന്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് തുള്ളിച്ചാടിച്ച് സന്തോഷിച്ച് കൈയടിപ്പിച്ച് ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു തൃപ്തി വേണം, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ ഒരൊറ്റ കുഞ്ഞ് തള്ളിയില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഒന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയും വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആളുകൾ. അത് മതി എനിക്ക്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ തൊട്ട ആത്മാവിൽ തൊട്ടാൽ ഉടൻ താഴെ വീഴുന്നു, അതും പുറകോട്ട്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ പേജ് ഞാൻ വായിച്ചണക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാരും ചത്തു വീണതുപോലെ വീണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ തേജസ് കാണുമ്പോഴും ദൈവ സാന്നിധ്യം കാണുമ്പോഴും ഭയപ്പെട്ട ആരാധനയ്ക്കായി കവിണ് വീഴുകയും അവരെ കൈപിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിവർത്തിയ ആത്മാവിനെ അല്ലാതെ മരിച്ചതുപോലെ താഴെയിടുന്ന ആത്മാവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല. ഇനി പ്രോഗ്രസീവായിട്ട് ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ പല ഉപദേശങ്ങളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് രാത്രി ഞാനും വാസ്നേജിലൊക്കെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അല്ല വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ലഭിച്ചിരിക്കുന്ന 66 പുസ്തകങ്ങൾക്കപ്പുറത്ത് കർത്താവിന്റെ വരവ് വരെ മറ്റൊരു ഉപദേശം തരാൻ എൻ്റെ കർത്താവ് താല്പര്യപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സർവ ദുരുപദേശങ്ങളാലും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഉള്ള കൊരയും ചുമയും ഉള്ള ചിരിയും തുപ്പലും സർവ പരിപാടികളും സഭയ്ക്കകത്ത് കയറിയേക്കുക. ഈ അടുത്തിടയ്ക്ക് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു, സിംഹം ഗർജിക്കുന്ന പോലെ ഒരു കൊച്ചങ്ങ് ആത്മാവിലായി ഗർജിക്കുക. കണ്ടോ? ഈ കൊച്ചിനി പൂച്ച കരയുന്ന പോലല്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ സിംഹം ഗർജിക്കുന്ന പോലെ ആ കൊച്ച 10-15 വയസ്സ് കാണും, അതിന്റെ ശ്വാസകോശം മുഴുവൻ എടുത്തങ്ങ് അലറുക. സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാൻ, പക്ഷെ എന്നിട്ടും പൂച്ചയുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല. ഈ പറയുന്ന ദൈവദാസൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുക, കണ്ടോ ഇനിയും തൊട്ട് ഗർജിക്കുന്നത് പോലെ സിംഹം ഗർജിക്കണം. ഇതൊക്കെ എവിടുന്ന് വന്ന പഠിപ്പീരാണെന്നറിയുന്നില്ല. പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭകളെ വചനം പഠിപ്പിച്ച് വചനത്തിന്റെ ഉറപ്പിന്മേൽ നിർത്തി അവർക്ക് കാവൽക്കാരാക്കി നിർത്താൻ പ്രായമുള്ള ദൈവദാസന്മാർ, ബലവാന്മാരായ ദൈവദാസന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാരെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആത്മാവിലുള്ള ദുരുപദേശമോ മറ്റൊരു ദുരുപദേശം കൊണ്ടും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിച്ചു കളയുവാൻ, അവരെ ഉറപ്പിൽ നിന്ന് താഴെ വീഴ്ത്തുവാൻ ഒരൊറ്റ കുഞ്ഞിനും വിട്ടുകൊടുക്കരുത്. അത് ദുരുപദേശത്തിന്റെ വാളുകളാണ്. അത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിന് ഉറപ്പുണ്ട്. അത് ഈ മണൽമേൽ പണിഞ്ഞ വീടൊന്നുമല്ല, അത് പാറമേൽ പണിഞ്ഞ വീടാണ്. പാറമേൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞ വീടാണ് വിശ്വാസത്തിന്റെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ നടത്തുന്നവര് ഏതെങ്കിലും ഇഗ്നോറൻസിലാണെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ. അല്ല, മനഃപൂർവ്വം പണം സമ്പാദിക്കാനായിട്ട് പാവപ്പെട്ടവനെ ഈ കിളിപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ഇളക്കി ധനം സമ്പാദിക്കാനുള്ളതാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ സ്വർഗ ദൈവം തന്നെ അതിന് ജഡ്ജ്മെന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെന്റ്, അവൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തിൽ വീഴുന്നതിനേക്കാൾ അവനെ എന്ത് ചെയ്തേക്കാനാ പറഞ്ഞേ? ഒരു തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇട്ടേക്കാനാ പറഞ്ഞേക്കുന്നത്. ഞാനൊരു ദൈവദാസനോട് ചോദിച്ചു, ദൈവദാസനെ ഇതെന്തിനാ ഈ തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇടേണ്ട കാര്യം? അന്നേരം പുള്ളി തമാശക്ക് എന്നോട് പറയുക, ഒന്നുമില്ല, ഇച്ചിരി വെള്ളം കുടിച്ച് ചാകാമല്ലോ. ഒരു ചുരുക്കി ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആത്മനിറവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞാരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ മിനിസ്ട്രി കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ ടീച്ചിങ് കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ ഏത് നിലയിലും
ബലഹീന വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഇടർച്ച വരുവാൻ കാരണമായി തീരുന്നെങ്കിൽ അത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പീൻ.